ശ്രീ കെ ഗണേഷ്, ഗിമ്മിക്കുകളല്ലേ. ശ്രീ കെ ഗണേഷ്, അതിനപ്പുറത്തേക്ക് വല്ല കാര്യമുണ്ടോ? ശരി, ഇന്ത്യ മുന്നണിയിലെ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഈ തർക്കത്തിൽ ചിരിക്കുന്നത് നിങ്ങളാണോ? അല്ല, ഞങ്ങളല്ല ചിരിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളാണ് ചിരിക്കുന്നത്. കാരണം ഇവരുടെ രണ്ടുപേരുടെയും നിലപാട് കാണുമ്പോൾ ഒരു പ്രയോഗമുണ്ട്. ഞാൻ ആ പ്രയോഗം ഏതായാലും പറയുന്നില്ല, ജനങ്ങളുടെ മനസ്സിൽ ആ പ്രയോഗം തന്നെ തോന്നുന്നുണ്ടാവും. കാരണം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരുത്താൻ വരണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്താ കമൻ്റ് എന്ന്. ഒരു കാര്യം, ഇവർ ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ എന്താ പറയുക, വിശാലമായിട്ട് നരേന്ദ്രമോദിയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ രാജ്യത്തെങ്ങാനുമുള്ള ഒരു സഖ്യം ഉണ്ടാക്കിയിട്ട് ഒരു ജനങ്ങളുടെ മുന്നിൽ ഇവർ നേരിടുകയല്ലേ. ആ നേരിടുന്ന ഇങ്ങനെയാണോ ഈ ഒരു സഖ്യം ഉണ്ടാക്കുന്നത്? അല്ലെങ്കിൽ അവർ സഖ്യത്തിൽ നിന്ന് CPM-നെ പുറത്താക്കണം. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സഖ്യമാണെങ്കിൽ കോൺഗ്രസ് CPM-നെ പുറത്താക്കണം. CPM ആണ് IND സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത് എങ്കിൽ അവർ കോൺഗ്രസിനെ പുറത്താക്കണം. അല്ലാതെ ഇവർ സഖ്യത്തിൽ ഇരുന്നു കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് ശരിയാവുക എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡൽഹിയുടെ PCC പ്രസിഡന്റ് ആയിരുന്നു അജയ് മാക്കൻ പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം, എന്ന് പറഞ്ഞ് പരാതി നൽകുകയും അതിനുവേണ്ടി സമരം നടത്തുകയും ചെയ്ത സംഘടനയാണ് കോൺഗ്രസ്. അറസ്റ്റ് ചെയ്തപ്പോൾ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആദ്യം ആവശ്യപ്പെടുന്നു. ആദ്യം മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് അജയ് മാക്കന്റെ പത്രസമ്മേളനത്തിൽ അജയ് മാക്കൻ പറഞ്ഞത് ഇത് മനീഷ് സിസോദിയെ മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിലേക്കും ഈ അന്വേഷണം പോകണം, അരവിന്ദ് കെജ്രിവാളും ഉൾപ്പെടെയാണ് എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ രാജ്യവ്യാപകമായിട്ട് ആരാ സമരം ചെയ്യുക? കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഒരു നിലപാടുണ്ടോ ഇവർക്ക്? ഇവർ അറസ്റ്റ് ചെയ്യാൻ പറയും, പക്ഷേ ഒരു കാര്യം, അറസ്റ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ്. അന്വേഷണം എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെയാണ് അന്വേഷണം നടത്തേണ്ടത്, അവർ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇവിടുത്തെ അന്വേഷണ ഏജൻസികളാണ്, BJP അല്ല. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ നിലപാടുകളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെടും. ഒരു കാര്യം ശരി, ഞാൻ ആലോചിച്ച് നോക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ് എന്ന് ഇവർ സമ്മതിക്കുന്നുണ്ടല്ലോ, അതന്നെ വലിയ കാര്യമാണ്. കാരണം ഒരു അഴിമതിക്കാരനെ, ഞങ്ങൾ അത് ആദ്യമേ പറഞ്ഞത്, INDA സഖ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അഴിമതിക്കാരെല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ സഖ്യമാണ്. അവരുടെ അഴിമതി കുടുംബാംഗങ്ങളാണ്, അഴിമതിയുടെ പണം കൊണ്ട് നിറഞ്ഞ കുടുംബാംഗങ്ങളാണ് ഈ INDA സഖ്യം എന്ന് പറയുന്നത്. ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. അത് ശരിയാണ് എന്നാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. ആ INDA സഖ്യത്തിൽപ്പെട്ട ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിന്റെ മുഖ്യമന്ത്രി തന്നെ അഴിമതിക്കാരനാണ് എന്ന് ആ INDA സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തന്നെ പറയുകയാണ്. ആ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പറയുന്നു ഇവിടെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഇങ്ങനെ പറയുക എന്ത് തരം നിലപാടാണ് ഇവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കിതല്ല, കേരളത്തിലെ ആർക്കും മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരൊരു സഖ്യമാണെന്ന് പറയുന്നു, നരേന്ദ്രമോദിയെ ഇവരെ എല്ലാവരും കൂടി ചേർന്ന് എതിർക്കുകയാണെന്ന് പറയുന്നു. അവരിവിടെ വന്നിട്ട് പരസ്പരം നിങ്ങൾ അഴിമതിക്കാരാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവർ ജനങ്ങളെ നേരിടാൻ പോകുന്നത് എന്ന് എനിക്ക് കേരളത്തിലെ പിണറായി വിജയൻ അഴിമതിക്കാരൻ എന്നുള്ള വാചകം രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായിട്ടില്ലല്ലോ. ED എത്തില്ല. അതായത് BJP-യെ യഥാർത്ഥത്തിൽ BJP ആത്മാർത്ഥമായി അല്ലെങ്കിൽ മോദിയെ ആത്മാർത്ഥമായി വിമർശിക്കുന്ന നേതാക്കൾ തുറുങ്കിലടക്കപ്പെടുന്നു. അങ്ങനെയാണ് കേജ്രിവാളും ഹേമന്ത് സോറനും അറസ്റ്റിലായിട്ടുള്ളത്. അങ്ങനെ ഒരു ആത്മാർത്ഥമായ വിമർശനം ഇവിടെ പിണറായി വിജയനിൽ നിന്നുണ്ടാകുന്നില്ല എന്നതാണ് രാഹുൽ പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് പറയുന്നു. പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണമുണ്ട്. പിണറായി വിജയനെതിരെ എന്താണ് അഴിമതി ആരോപണം? അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതായി കേട്ടിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഈ സോറനും അതേപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും ഒന്നും മറ്റൊരു കേസിലൊന്നല്ലല്ലോ അറസ്റ്റ് ആയിരിക്കുന്നത്. അഴിമതി കേസുകളിൽ തന്നെയാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്. പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതല്ല ഞാൻ ചോദിക്കുന്നത്, ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറസ്റ്റ് ചെയ്യേണ്ട ആളാണ് എന്നല്ലേ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബോധ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ ഒന്നും ചെയ്യാനും പറ്റില്ല. നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വരികൾക്കിടയിൽ നിന്ന് അങ്ങനെ വായിക്കാൻ പറ്റും. അല്ല അങ്ങനെ ഒരു വരികൾക്കിടയിൽ നിന്ന് എനിക്ക് വായിക്കാൻ പറ്റുന്നത് ED എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ്, ED എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നാണ്. അപ്പൊ അന്വേഷണം നടത്തുന്ന സമയത്ത് നരേന്ദ്രമോദി പീഡിപ്പിക്കാൻ ശക്തമായി വിമർശിക്കാത്തത് കൊണ്ട് അറസ്റ്റ് ഉണ്ടാകില്ല
എന്നാണ് പറയുന്നത്. അതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത്. ഏതായാലും എം പ്രകാശൻ മറുപടി പറയട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.